ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലിയെയും പെരിച്ചാഴിയെയും ഒക്കെ തുരത്താൻ നമ്മൾ ഒരുപാട് ടിപ്സുകൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ അതിലേറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതുമായിട്ടുള്ള ടിപ്സുകളായിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം. ഞാനിതിൽ കുറച്ച് കിച്ചൺ ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ ഒരു പേസ്റ്റിൻ്റെ ട്യൂബാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കഴിയാറായിട്ടുള്ള ട്യൂബാണിത്. അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ സ്റ്റീൽ ടാപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റീൽ ടാപ്പിന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ ഒരു എന്താ പറയുക ഒരു മങ്ങലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു മങ്ങിയിട്ടുള്ള സ്റ്റീൽ ടാപ്പ് നല്ല രീതിയിൽ തന്നെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. ഈ ഒരു പേസ്റ്റ് ഇതാ ഈ ഒരു ടാപ്പിൻ്റെ മുകളിൽ ഞാൻ കുറച്ചൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്രബ്ബറോ ചകിരിയോ ഒന്നും വേണ്ട കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു എത്ര മങ്ങിയിട്ടുള്ള സ്റ്റീൽ ടാപ്പ് ആയാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, മങ്ങിയിട്ടുള്ള ആ സോപ്പിൻ്റെ പതൊക്കെ തെറിച്ചിട്ട് മങ്ങിയിട്ടുള്ള സ്റ്റീൽ ടാപ്പ് ആയിരുന്നു. ഇത് നല്ല രീതിയിൽ തന്നെ നിറം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ലിക്വിഡോ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ട്യൂബ് നമ്മൾ പേസ്റ്റ് തേച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്യൂബ് മാത്രം മതി ഇതിന് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൈവച്ചിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതാ, ഞാൻ ഇവിടെ ഒരു സാമ്പ്രാണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ചന്ദനത്തിരി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് കൊതുകിനും അതേപോലെ ബാഡ് സ്മെല്ലൊക്കെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിലൊക്കെ പുകയ്ക്കല്ലോ ഈ ഒരു ചന്ദനത്തിരി. അപ്പോൾ നമ്മൾ ഈ ഒരു ചന്ദനത്തിരി പുകയ്ക്കുന്ന സമയത്ത് ഇത് കൂടുതൽ സമയം നമുക്ക് ഈ ഒരു പുകയാണല്ലോ, നമുക്ക് ഈ ഒരു സ്മെല്ലാണല്ലോ വേണ്ടത്. ഈ ഒരു സ്മെല്ല് നമുക്ക് കൂടുതൽ സമയം നീണ്ടു നിൽക്കാനും അതേപോലെ ഇത് പെട്ടെന്ന് കത്തി തീരാതെ നിൽക്കാനും വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ചന്ദനത്തിരിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് വാസലിനൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കത്തിച്ച് നോക്കൂ. നമുക്ക് ഈ ഒരു സ്മെല്ല് കുറേ സമയം കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമുക്കിത് പെട്ടെന്ന് കത്തി തീരുന്ന പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. സാവധാനം എല്ലാം ഇത് കത്തി തീരുള്ളൂ കേട്ടോ, ഇതേപോലെ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൊതുകിനായാലും അതേപോലെ വീട്ടിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലൊക്കെ സന്ധ്യാസമയത്ത് നമ്മളിത് കത്തിച്ച് വെക്കല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് ചന്ദനത്തിരി വെച്ചിട്ടുള്ള ടിപ്പാട്ടോ. നമ്മൾ ചന്ദനത്തിരിയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു എന്താ പറയുക വാതിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാപ്പിലൊക്കെ ആവുമല്ലോ നമ്മളിതൊന്ന് കുത്തി വെക്കാം. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പാനൻ്റെ ഇതേപോലത്തെ ഒരു ടോപ്പ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു ഡബിൾ ടാപ്പ് ചെറിയ ഒരു കുഞ്ഞു പീസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഡബിൾ ടാപ്പ് ആകുമ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഒരു ഭാഗത്തുള്ള സ്റ്റിക്കർ അടർത്തി മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു മൂലക്ക് ചുമരിൻ്റെ മൂലക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ടോപ്പിലേക്ക് ഇതേപോലെ ചന്ദനത്തിരി അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പാനൻ്റെ അടപ്പ് ആരും ഒഴിവാക്കി കളയണ്ട. ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഒരുപാട് ടിപ്സുകളുണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ആ ടിപ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ദാരിയസ് കിച്ചൺ സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇനി മഷി തീർന്ന പാനൻ്റെ ഇതേപോലത്തെ ടോപ്പൊന്നും ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ടിപ്സുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ദാ ചന്ദനത്തിരി കുത്താൻ ഉപയോഗിക്കുന്ന നല്ലൊരു സ്റ്റാൻഡായിട്ട് നമുക്കിത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ശല്യക്കാരായ എലിയെയും പെരിച്ചാഴിയെയും എല്ലാം തുരത്തി ഓടിക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാനും പറ്റിയിട്ടുള്ള കുഞ്ഞു ടിപ്സാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് നല്ല ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ്ടോ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഞാൻ അടുത്തത് ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പാൽ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പാൽ കവർ മുഴുവനായിട്ടും വേണ്ട, ഒരു പീസ് മതി കേട്ടോ ഈ ഒരു പാൽ കവറിൻ്റെ. അപ്പോൾ ഞാൻ 2 പാൽ കവർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു പാൽ കവർ നമുക്ക് ഒരിക്കലും കഴുകേണ്ട കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്ത് പാലിൻ്റെ അംശങ്ങളൊക്കെ കുറച്ചുണ്ടായിക്കോട്ടെ കേട്ടോ.
അപ്പം ഞാൻ പാലൊഴിച്ചതിന് ശേഷം കുറച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ പാലിൻ്റെ അംശം കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ഒരിക്കലും നമ്മൾ കഴുകി ഒഴിവാക്കണ്ട കേട്ടോ. എന്നിട്ട് ഈ ഒരു പാൽ കവറിൻ്റെ പകുതി പീസ്, ഒരു ചെറിയ പീസ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിലൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കവർ ഒരു കത്രിക വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എത്രയും ചെറുതായിട്ട് നിങ്ങൾക്ക് കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് മാത്രമേ ഞാൻ ഇതിലോട്ടേക്ക് എടുത്തിട്ടുള്ളൂ. ഇത് ഒരു കത്രിക വെച്ചിട്ട് കുഞ്ഞു പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സിമ്പിളാട്ടോ, വേഗത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കുഞ്ഞു പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ആയാലും ഇതിനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി, ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി ഉണ്ടാവും കേട്ടോ. അത് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ടിപ്പാട്ടത്. അപ്പോൾ നമുക്കിനി എലിയെ കൊല്ലാനോ എലിപ്പെട്ടിയോ എലിവിഷമോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലത്തെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ആട്ടപ്പൊടി ഞാനൊരു പാത്രത്തിലോട്ടേക്ക് 2 സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ആട്ടപ്പൊടി ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്താനുള്ളത് കുറച്ച് തേങ്ങ ചിരവിയതാട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര വേഗത്തിൽ തന്നെ മണം പിടിക്കാൻ പറ്റും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആഹാരം കൂടിയാട്ടോ തേങ്ങ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയതും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തേങ്ങ ചിരവിയത് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പൊടിച്ചത് ഇട്ടുകൊടുത്താലും മതി കേട്ടോ. തേങ്ങയും ശർക്കരയൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇല്ലാത്തത് കൊണ്ടിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ചതിൻ്റെ ബാക്കി ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ എന്തെങ്കിലും ചിക്കനോ മീനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്നാക്ക് പൊരിച്ചതോ അതിൻ്റെയൊക്കെ ബാക്കി എണ്ണ ഉണ്ടാവുമല്ലോ, ആ ഒരു എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് വിനാഗിരിക്കും പകരം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു മാവ് കുഴച്ചെടുത്താലും മതി. അപ്പോഴും നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും. എലികൾക്ക് പെട്ടെന്ന് തന്നെ ആകർഷിക്കാൻ പറ്റിയിട്ടുള്ള സ്മെല്ലൊക്കെ ആണ് കേട്ടോ അത്. പൊരിച്ച ഓയിൽ അതേപോലെ തേങ്ങ ശർക്കര ഒക്കെ പെട്ടെന്ന് എലികളെ ആകർഷിക്കുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിലോട്ടേക്ക് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ഒന്നിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു മാവ്. തേങ്ങൻ്റെ സ്മെല്ലും അതേപോലെ ശർക്കര ചേർത്താണെങ്കിൽ ആ ഒരു ശർക്കരൻ്റെ സ്മെല്ലും അതേപോലെ നമ്മളിതിലോട്ടേക്ക് പൊരിച്ച് ഫ്രൈ ചെയ്ത ഓയിലൊക്കെ ചേർത്താണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്കിത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എലികൾക്ക് അതിനേക്കാളും നമ്മളെക്കാളും ഇഷ്ടമായിട്ടുള്ള ആ ഒരു സ്മെല്ലാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഞാൻ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഓരോ ഉരുളകളാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമല്ലോ, നമ്മളിതേപോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങ ഫില്ലിങ് മുട്ടൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടല്ലേ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുക. അതേപോലത്തെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഓരോ ഉരുളകളാക്കി എടുക്കട്ടോ. ഈ ഒരു കവർ കട്ട് ചെയ്തതെല്ലാം ഞാനിതാ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കവർ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉള്ളിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടോ. ഈ ഒരു കവറൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പിൽ, ഒരു പരന്ന ഷേപ്പിലോ അതേപോലെ ഒരു ബോൾ ഷേപ്പിലോ ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിൻ്റെ പീസൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എലികൾ വരാറുള്ള ഭാഗത്ത് സന്ധ്യാസമയത്ത് ഒന്ന് കൊണ്ടുപോയി വെക്കട്ടോ. അപ്പോൾ വെക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ചിരട്ടയിലൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ തേങ്ങ ചിരവിയിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ അടിയൊക്കെയുള്ള ചിരട്ട ഉണ്ടാവുമല്ലോ, അതിൽ വെച്ച് കൊടുക്കാവുമ്പോൾ എലികൾ വേഗത്തിൽ തന്നെ ആ ഒരു തേങ്ങൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ തന്നെ വന്ന് കഴിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഉരുളൻ്റെ മുകളിൽ ഒരു ഫില്ലിംഗ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, നമ്മുടെ കയ്യിൽ തണുത്ത ബിസ്ക്കറ്റോ അതല്ല എന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഒരെണ്ണം മാത്രം മതി കേട്ടോ. ഒരു ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടോ. ഒരു പേപ്പറിലോ ഒരു കവറിലോ ഇട്ടിട്ട് ഒരു അമ്മിക്കല്ല് വെച്ചിട്ടും എല്ലാം ഒന്ന് കുത്തി പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഇതിൻ്റെ മുകളിൽ
ലാസ്റ്റ് ലെയറായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എലികൾക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് ആകർഷിക്കാൻ വേണ്ടിയിട്ടാട്ടോ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കോട്ടിങ് കൊടുക്കുന്നത്, ബിസ്ക്കറ്റിൻ്റെ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഉരുളൻ്റെ മുകളിൽ ഇതേപോലെ ഒരു കോട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗത്തിൽ തന്നെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് എലികളെ ആകർഷിക്കും. അപ്പോൾ അത് വന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കവറൊക്കെ കട്ട് ചെയ്തത് നമ്മൾ നിറച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു എലികളുടെ വയറ്റിൽ ഈ ഒരു കവറൊക്കെ പോയിട്ട് 2 ദിവസത്തിനകം എലി വയറ് വീർത്ത് ചത്തോളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണാൻ പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ട് എലിവിഷമോ അതോ എലിക്കണിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി. നമുക്ക് ശല്യക്കാരായ നമ്മുടെ കൃഷിയിടങ്ങളിലും അതേപോലെ കപ്പയായാലും അതെന്ത് കൃഷി ചെയ്തായാലും മാന്തി കിളച്ച് കുത്തി കീറിയൊക്കെ ഇടല്ലോ. അപ്പോൾ ഈ ശല്യക്കാരായ എലിയെയും പെരിച്ചാഴിയെയും എല്ലാം തുരത്തി ഓടിക്കാൻ ഇത് മാത്രം മതി. ഈ ഒരു ടിപ്പ് മാത്രം നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങ ചിരവിയിട്ടുള്ള ചിരട്ടേൻ്റെ ഈ ഒരു അടിയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എലി വരാറുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടോ. എനിക്കിവിടെ എലി വരാറുള്ളത് എൻ്റെ വിറകിൻ്റെ ഷെഡിലും അതേപോലെ തന്നെ ചെടികളുടെ ഇടയിലൊക്കെ കേട്ടോ എലി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വിറക് ഷെഡിൻ്റെ ഈ ഒരു സൈഡിൽ ഇതേപോലെ അതാ കണ്ടില്ലേ, ഇവിടെ നല്ലോണം മാന്തി കിളച്ച് കുഴിയാക്കിയിട്ടിട്ടുണ്ട്. തറ വരെ മാന്തി കീറിയിടല്ലോ. അപ്പോൾ അതാ ഈ ഒരു സൈഡിൽ ഈ ഒരു മാളത്തിൻ്റെ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൈവ് റിസൾട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാട്ടത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.